ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 2025 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട് ചിങ്ങം 15 മുതൽ 21 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് ബുധനും രവിയും ശത്രുസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസികമായ അസ്വസ്ഥതകൾ വർദ്ധിക്കും. അഗ്നി, ആയുധം എന്നിവയ്ക്ക് കൊണ്ട് മുറിവ് പറ്റാതെ ശ്രദ്ധിക്കുക. ഭയം, തൊഴിൽ പുരോഗതി, സന്തോഷാനുഭവങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. രോഗങ്ങൾ ശമിക്കും. ധനപരമായി മെച്ചപ്പെടും. ഭാര്യാപുത്രാദികളുമായി കലഹത്തിന് ഏർപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സമുണ്ടാകും. വാഹന ശയനസുഖം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങൾക്ക് ആപത്തുണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്ത് ബുധനും രവിയും പുത്രസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സർവകാര്യസിദ്ധിയുണ്ടാകും. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. ധനലാഭവും കുടുംബസുഖവും ഉണ്ടാകാം. ബന്ധുസമാഗമവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. ജരവും പുത്രദുഃഖവും ഉണ്ടാകാനിടയുണ്ട്. മൃഷ്ടാന്ന ലാഭം, അപകടഭീതി, ഭയം, തൊഴിൽ പുരോഗതി എന്നിവയും പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം കുറയാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്ത് ബുധനും രവിയും സുഖസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യവും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും. രോഗശമനം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ അനുഭവപ്പെടും. ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവത്തിന് സാധ്യത. കലഹപ്രവണത ഉടലെടുക്കും. ധനലാഭവും സുഖാനുഭവ യോഗവും ഉണ്ടാകും. ദുഷ്പ്രവൃത്തികളും അലച്ചിലും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ ശുക്രനും ധനസ്ഥാനത്ത് ബുധനും രവിയും സഹോദരസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടിനും പിതൃതുല്യർക്ക് അരിഷ്ടതയ്ക്കും സാധ്യത. മൃഷ്ടാന്ന ലാഭവും കളത്ര സൗഖ്യവും ഉണ്ടാകും. യാത്രാക്ലേശം, തൊഴിൽ തടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. ശത്രുനാശവും സ്വർണ്ണാഭരണ ലാഭവും ഉണ്ടാകാനിടയുണ്ട്. അനാരോഗ്യം, സഞ്ചാര തടസ്സം, ശത്രുനാശം, അഗ്നിഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കാനിടയുണ്ട്. നയനരോഗങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്ര ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ശുക്രനും ജന്മത്തിൽ ബുധനും രവിയും ധനസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിഭവനാശവും സഞ്ചാരക്ലേശവും അനുഭവപ്പെടും. അനാരോഗ്യം, ദുഃഖം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം എന്നിവയ്ക്ക് യോഗം കാണുന്നു. ഭാഗ്യദോഷമുണ്ടാകാം. തസ്കരഭയത്തിന് സാധ്യതയുണ്ട്. ബന്ധുകലഹത്തിനും സഞ്ചാരക്ലേശത്തിനും ഇടയുണ്ട്. അഭീഷ്ടകാര്യസിദ്ധിയും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. ധനവർദ്ധനവിന് ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ തെളിഞ്ഞു വരും. സന്താനഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ശുക്രനും
വ്യയസ്ഥാനത്ത് ബുധനും രവിയും ജന്മത്തിൽ കുജനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലാകും. നിർഭയത്വവും മനസ്സന്തോഷവും ഉണ്ടാകും. സ്ഥാനത്തിന് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. പൈതൃകമായി തുടർന്നു പോരുന്ന ആചാരങ്ങൾക്ക് വിഘ്നം വരാനിടയുണ്ട്. രോഗവർദ്ധനവ് പ്രതീക്ഷിക്കാം. ഉഷ്ണരോഗങ്ങൾക്കും ശത്രുശല്യത്തിനും സാധ്യത കാണുന്നു. വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവയ്ക്ക് ഇടയുണ്ട്. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ബുധനും രവിയും വ്യയസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവഗുണം വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും. മാനക്ഷയം, കാര്യവിജയം, ഭയം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കുടുംബസൗഖ്യവും മനസ്സന്തോഷവും ഉണ്ടാകും. ഭാഗ്യവർദ്ധനവും സാമർഥ്യവും പ്രതീക്ഷിക്കാം. കലഹം, തൊഴിൽ നഷ്ടം എന്നിവയ്ക്ക് ഇടയുണ്ട്. ശത്രുനാശവും കാര്യവിജയവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാലക്ഷ്മി പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ബുധനും രവിയും ലാഭസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ബുദ്ധിപൂർവമല്ലാത്ത പ്രവൃത്തികൾ പിന്നീട് പ്രയാസമായി തീരും. അനുഭവഗുണവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. ധനനഷ്ടവും യാത്രാക്ലേശവും അനുഭവപ്പെടും. ശത്രുനാശവും സർവസൗഖ്യവും ഉണ്ടാകും. അധികാരസ്ഥാനപ്രാപ്തിക്ക് യോഗം കാണുന്നു. കാര്യവിജയം, അനാരോഗ്യം, ശയനസുഖം, മാനക്ഷയം എന്നിവയ്ക്ക് ഇടയുണ്ട്. സമസ്ത മേഖലകളിലും വിജയമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും കർമ്മസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖത്തിനും അപമാനത്തിനും യോഗം കാണുന്നു. മൃഷ്ടാന്ന ലാഭം, കർമ്മതടസ്സം, വസ്ത്രലാഭം, അമിത ചെലവ് എന്നിവയ്ക്ക് സാധ്യത. കർമ്മഗുണം കുറയും. വാതരോഗങ്ങൾ, ഭാഗ്യതടസ്സം എന്നിവ അലട്ടും. കുടുംബസുഖവും സന്താനഗുണവും ഉണ്ടാകും. വീട് മോടി പിടിപ്പിക്കാനോ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാനോ സാധ്യതയുണ്ട്. മനോദുഃഖത്തിനും സുഖാനുഭവ ഹാനിക്കും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് കുജനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും ആരോഗ്യവർദ്ധനവും ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ കലഹത്തിന് സാധ്യത കാണുന്നു. അനുഭവഗുണം കുറയും. ധനപുഷ്ടിയും കാര്യവിജയവും ഉണ്ടാകും. പരാജയങ്ങളും ശരീരത്തിന് ബലക്കുറവും അനുഭവപ്പെടും. സർക്കാർ ഗുണാനുഭവങ്ങൾ, സന്തോഷം, അമിതമായ ചെലവ്, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. അകാരണമായ ഭയം ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ നേരിടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ കുജനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സഞ്ചാരക്ലേശവും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നു. ഭാഗ്യസിദ്ധി, അധികാരികളുടെ പ്രീതി, സന്തോഷം, ദുഷ്ചെലവ് എന്നിവയ്ക്കിടയുണ്ട്. ജ്വരാദി രോഗങ്ങളും മാനനഷ്ടവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും ഉണ്ടാകും. കുടുംബസൗഖ്യം, സജ്ജന സംസർഗം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ഒറ്റപ്പെടലുകളും മനോവിഷമങ്ങളും അലട്ടും. സുഖഹാനിയും കണ്ണിന് രോഗങ്ങളും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, സുഖസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് ശുക്രൻ, ശത്രുസ്ഥാനത്ത് ബുധനും രവിയും, കളത്രസ്ഥാനത്ത് കുജൻ എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. ധനനാശവും ബന്ധുവിയോഗവും ഉണ്ടാകും. ധനധാന്യ സമൃദ്ധിയും സന്താന ഗുണവും ഉണ്ടാകും. നാൽക്കാലികളിൽ നിന്ന് ഭയം ഉണ്ടാകാനിടയുണ്ട്. കാര്യവിജയവും ഉന്നത സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. നയനരോഗത്തിന് സാധ്യത കാണുന്നു. ഭയം, തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം, മനപ്രയാസം എന്നിവ ഉണ്ടായേക്കാം. ശത്രുനാശവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.